ഏതിലേക്ക് ചേർത്തി വായിച്ചാലും വേണ്ടിയില്ല, ഏതിന്റെ കൂടെ നിങ്ങൾ വായിച്ചാലും വേണ്ടിയില്ല, ഈ വസ്ത്രം ധരിക്കുന്ന ആളുകള് അതിനോട് കൂറ് പുലർത്തണം. നിങ്ങൾക്കറിയുമോ, വിശുദ്ധ ഖുർആനില് വളരെ മോശപ്പെട്ട 2 ഉദാഹരണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വ്യഭിചരിച്ചവനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ല, അവനൊരു പട്ടിയെ പോലെയാണെന്ന്. കള്ളു കുടിച്ചവനെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനില് വളരെ മോശമായിട്ട് ഉദാഹരണപ്പെടുത്തിയത് 2 മനുഷ്യരെയാണ്. അല്ലാഹ് വത്ലു അലൈഹിം നബഅ അല്ലദീ ആതൈനാഹു മിൻ ആയാതിനാ. നാം വിജ്ഞാനം കൊടുത്ത് അലങ്കരിച്ച, വിജ്ഞാനം കൊടുത്ത് ആദരിച്ച, വലിയ സ്ഥാനത്ത് നാം ഉയർത്തിയിട്ടുള്ള ബൽഅം ഇബ്നു ബഊറ, ആ പണ്ഡിതന്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്ക് നബിയേ, ഓതിക്കൊടുക്ക് നബിയേ. ഫൻസലഖ മിൻഹാ, ആ കുപ്പായം പിന്നെ അയാൾ അഴിച്ചു വെച്ചതാ. ഫമസലുഹു കമസലിൽ കൽബ്. കണ്ടോ? ഫൻസലഖ മിൻഹാ, എന്തൊക്കെ അല്ലാഹു പറയായിരുന്നു. ആ കുപ്പായം പിന്നെ അയാൾ അഴിച്ചു വെച്ചതാ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ഇൽമിന് നമ്മെ തെരഞ്ഞെടുത്ത് ആ വഴിയിലേക്ക് നമ്മളെ തിരിച്ച്, അതുകൊണ്ട് അല്ലാഹു നമ്മെ ആദരിച്ച് ഇനി ആ കുപ്പായം അഴിച്ചു വെക്കരുത്. അഴിച്ചു വെച്ചാൽ ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് വ ഇൻ തത്റുകുഹു യൽഹസ്. ഇത്ര മോശപ്പെട്ട ഒരു ഉദാഹരണം അല്ലാഹു വേറെ പറഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ പറയാൻ തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു ഉദാഹരണം പറഞ്ഞത് ഏതാ? സൂറത്തുൽ ജുമുഅയില് എല്ലാ വെള്ളിയാഴ്ചയും ഓതി കേൾപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. അല്ലാഹ് മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫറാ. തൗറാത്ത് എന്ന വേദപുസ്തകം അല്ലാഹുവിന്റെ വിജ്ഞാനം, അല്ലാഹുവിന്റെ കിതാബ് എമ്പാടും നൽകപ്പെട്ടു. വിജ്ഞാനം നൽകപ്പെട്ടു, അറിവ് നൽകപ്പെട്ടു. സുമ്മലം യഹ്മിലുഹാ, പിന്നെ അത് ഉൾക്കൊണ്ടില്ല, പഠിച്ചതുപോലെ പ്രവർത്തിച്ചില്ല. അവരെ പറ്റി ഖുർആൻ പറഞ്ഞു കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, വേദങ്ങൾ ചുമന്ന കഴുതകൾ പോലെയാണ്. ഓ മുത്ത് മുഅ്മിനീങ്ങളെ, ഈ മുൻപിലിരിക്കുന്ന മഹാഭൂരിപക്ഷവും എന്നെക്കാൾ കൂടുതൽ ഇതൊക്കെ അറിയുന്നവരാണെന്ന് എനിക്കറിയാം. എന്റെ സമാധാനത്തിന് വേണ്ടി ഞാനും കൂടി നന്നാവണമെന്ന് കരുതി, ഞാനും കൂടി വെളുക്കണമെന്ന് കരുതി, ഞാനും കൂടി ശുദ്ധിയാവണമെന്ന് കരുതി അലക്കുകാരൻ കല്ലിലടിച്ച് തിരുമ്പുന്ന സമയത്ത് ഈ അലക്കുകാരൻ കല്ല് വെളുക്കണമെന്ന് കരുതാറില്ല. അയകൻ കഴുകിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് വെളുക്കണം എന്നാ കരുതുന്നത്. പക്ഷേ ഡ്രസ്സുകൾ അഴുക്കുപോയി വെളുക്കുന്ന സമയത്ത് അടിക്കുന്ന കല്ലും വെളുക്കുമല്ലോ എന്നതുപോലെ പറഞ്ഞതാ. ഞാൻ ഒരു നസീഹത്തിന് അർഹതയുള്ളവനല്ല, ഉപദേശിക്കുകയല്ല. അല്ലാഹ് നമുക്ക് ചെയ്ത ഫളില് ഒന്ന് മനസ്സിലാവാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നോക്ക് നിങ്ങള്, ഈ സ്ഥലത്തൊന്നും അല്ലാഹ് പേര് പറഞ്ഞിട്ടില്ല, ബൽഅമിന്റെ പേര് പറഞ്ഞിട്ടില്ല, ജൂതന്മാരെ പേര് പറഞ്ഞിട്ടില്ല. എന്തേ പറയാതിരുന്നത്? പേര് പറഞ്ഞാൽ അവർക്ക് മാത്രമാണ് അത് ബാധകമാവുക. അത് പേരിന്റെ പ്രത്യേകതയല്ല, ഇത് സിദ്ധി ഗുണമാണ്. ഈ സ്വഭാവമുള്ളവർക്ക് മുഴുവനും ഇത് ബാധകമാണ് എന്നറിയിക്കാനല്ലേ അല്ലാഹു പേര് പറയാതിരുന്നത്. അതുകൊണ്ട് മുഅത്തല്ലിമീങ്ങളോട്, അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചവരോട്, അല്ലാഹു തെരഞ്ഞെടുത്തവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു,
ളുൽമ് ചെയ്യല്ല, ളുൽമ് കാണിക്കല്ല, തെറ്റ് ചെയ്യല്ല, തോന്നിവാസം ചെയ്യല്ല. നമ്മുടെ പൂർവീകരായ ആളുകള് അവരാത്മാവ് കബറിൽ കിടന്ന് പെടക്കുകയാ. മോനെ, നിനക്കറിയുമോ ഇമാം അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹാനല്ലാഹ് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായത് നമ്മൾ മുറുകെ പിടിക്കണമല്ലോ. ഒരു മദ്ഹബ് ശാഫിഈ മദ്ഹബില് റാജിഹായതല്ലാതെ ഫത്വ കൊടുക്കാൻ പാടില്ല. അതനുസരിച്ചല്ലാതെ ആർക്കും ഫത്വ കൊടുക്കരുത്. മഹാന്മാരായ ഇമാമീങ്ങള് റാജിഹാക്കി പറഞ്ഞിട്ടുള്ളതിന് എതിരായി ഫത്വ കൊടുത്താൽ, ശാഫിഈ മദ്ഹബിലെ റാജിഹിനെതിരായി ഫത്വ കൊടുത്താൽ അവൻ അല്ലാഹുവിന്റെ ഹുക്മിന് എതിരിൽ, അല്ലാഹ് ഇറക്കിയ ഹുക്മിനെതിരിൽ, അല്ലാഹു ഇറക്കിയ നിയമത്തിനെതിരിൽ വിധി പറഞ്ഞവനാണെന്ന് ഇമാം സുബ്കി തങ്ങൾ പറഞ്ഞത് മഹാനായ മഖ്ദൂം ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ഈ ശാഫിഈ മദ്ഹബിൽ ആര് മസ്അല ചോദിച്ചാലും റാജിഹായതേ പറയാൻ പാടുള്ളൂ. അല്ലാത്ത കീലയും കാലയും എത്ര വലിയ പണ്ഡിതൻ പറഞ്ഞാലും റാജിഹിനെതിരെ പറയരുത്, ഫത്വ കൊടുക്കരുത്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അസ്ഹാബിമാര് കഴിഞ്ഞാൽ പിന്നെ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായത് ശൈഖൈനി ഇത്തിഫാഖായി പറഞ്ഞതാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ്, അബുൽ ഖാസിം അബ്ദുൽ കരീം റാഫിഈ, അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫിൻ നവാവി ഇവര് പറഞ്ഞതാണ് ശാഫിഈ മദ്ഹബിലെ റാജിഹായ അഭിപ്രായം. അവര് പറഞ്ഞതിനെതിരായി അവര് ഹിജ്റ 600 കാലഘട്ടത്തിലാ. അതിന്റെ മുൻപ് ഏത് വലിയ പണ്ഡിതൻ പറഞ്ഞാലും, ആയിരക്കണക്കിന് വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ഇമാമീങ്ങൾ പറഞ്ഞാലും, ഇമാം അവർദിയെ പോലെ, ഇമാമുൽ ഹറമൈനിയെ പോലെ, ഇമാം റുയാനിയെ പോലെ ഏത് പണ്ഡിതൻ പറഞ്ഞാലും ശൈഖൈനിക്ക് എതിരാണോ പറയുന്നത്? അത് റാജിഹിനെതിരാണ്. നിങ്ങൾക്കറിയുമോ ഇമാം റുയാനി അവിടെ പറഞ്ഞതറിയില്ലേ? ശാഫി ഇമാമിന്റെ കിതാബുകൾ മുഴുവനും കരിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോയാൽ നിങ്ങൾ പേടിക്കണ്ട. അത് മുഴുവനും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മനപ്പാടമുള്ളത് നിങ്ങൾക്ക് വായിച്ചു തരാം. മുഴുവനും മനപ്പാടമാ. 1000 വാള്യങ്ങളുള്ള തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരുണ്ട്, എത്ര ആലിമീങ്ങളുണ്ട്. പക്ഷെ ആലിമിന്റെ വലിപ്പമോ വിജ്ഞാനത്തിന്റെ ആഴമോ നോക്കിയിട്ട് ശാഫിഈ മദ്ഹബിലെ റാജിഹ് തീരുമാനിക്കാൻ പറ്റില്ല. അത് റാഫി ഇമാമും നവവി ഇമാമും പ്രബലപ്പെടുത്തി പറഞ്ഞതാണ്. ആ റാഫി ഇമാമും നവവി ഇമാമും അവര് പരസ്പരം എതിരായാലോ അത് ബഹുമാനപ്പെട്ട നവവി ഇമാമിന്റെ അഭിപ്രായം പ്രബലപ്പെടുത്തേണ്ടതാണ്. നവവി ഇമാമിന്റെ കിതാബുകൾ തന്നെ എതിരായാലോ അതെല്ലാം അവരെ വിജ്ഞാനത്തിന്റെ ആഴത്തിന്റെ മേൽ അറിയിക്കുകയാണ്. അവര് പഠിച്ചു നിർത്തുകയല്ല, വീണ്ടും വീണ്ടും ബഹ്സും പഠനവും നടത്തുകയാണ്. നേരത്തെ പറഞ്ഞതിന് എതിരാണെന്ന് കരുതി അവര് വാശി പിടിച്ച് നിൽക്കുന്നില്ല, വീണ്ടും അവര് മാറ്റി പറയുകയാണ്. അതൊക്കെ വിജ്ഞാനത്തിന്റെ ആഴമാ, ആത്മാർത്ഥതയാ. ഇമാം നബി
തങ്ങൾ അവസാനം എഴുതിയ കിതാബാണ് മോനെ ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്നത്. ഇമാം ശൈഖ് അബൂ ഇസ്ഹാഖ് അശ്ശിറാസി തങ്ങളെ മുഹദ്ദബിന് എഴുതിയിട്ടുള്ള ശറഹ. നബി ഇമാം തന്നെ പറഞ്ഞത് ഇത് മുഹദ്ദബിന്റെ ശറഹല്ല, ഇത് മദ്ഹബിന്റെ ശറഹാണ്. ആ ശറഹുൽ മുഹദ്ദബാണ് അവസാനം എഴുതിയിട്ടുള്ള ഗ്രന്ഥം. പക്ഷേ നബി ഇമാം അത് തീർത്തിട്ടില്ല. അവിടുന്ന് റിബായിന്റെ ബാബെത്തിയപ്പോൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. അതേ സമയത്ത് നബി ഇമാമിന്റെ കിതാബുകൾ തമ്മിൽ ഇഖ്തിലാഫായാൽ അവിടെ ആദ്യം മുന്തിക്കേണ്ടത് ഈ ശറഹുൽ മുഹദ്ദബ് എഴുതിയതിനോട് കൂടെ തന്നെ അതിന്റെ രത്ന ചുരുക്കമായി എഴുതി തുടങ്ങിയ തഹ്ഖീഖ് എന്നൊരു കിതാബുണ്ട്. ആ തഹ്ഖീഖാണ് മുറുകെ പിടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ശറഹുൽ മുഹദ്ദബാണ്, അത് കഴിഞ്ഞാൽ പിന്നെ റൗദയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ മിൻഹാജാണ്, അത് കഴിഞ്ഞാൽ പിന്നെയാണ് ശറഹ് മുസ്ലിമേ. ഇരിക്കട്ടെ, ആ നബി ഇമാം തങ്ങളും റാഫി ഇമാം തങ്ങളും അവര് പറഞ്ഞതാണ് പ്രബലം. അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ ഇമാം ഖുർദിയെ പോലുള്ള പണ്ഡിതന്മാര് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. മാസാല മശായിഖുനാ യൂസീനാ, നമ്മുടെ ഉസ്താദുമാര് നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മുതഅഖിരീങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലമായത് ഇമാം മുഹമ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി, ഇമാം മുഹമ്മദുൻ റംലി, അവര് രണ്ടുപേരും പ്രബലപ്പെടുത്തി പറഞ്ഞതാണ്. അതാണ് ഷാഫി മദ്ഹബിൽ റാജിഹ്. അതിന് എതിര് ഒരു ഫത്വയും കൊടുത്തുകൂടാ. ഫത്വ ഇതിനെതിര് കൊടുത്താൽ തുഹ്ഫക്കെതിരിലോ അതേ നിഹായക്കെതിരിലോ ഫത്വ കൊടുത്താൽ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അല്ലാഹ് ഇറക്കിയ നിയമത്തിനെതിരിൽ വിധി പറഞ്ഞവരാ, അവര് ഫാസിഖീങ്ങളാ എന്ന് ബഹുമാനപ്പെട്ട സുബ്കി ഇമാമിന്റെ വാക്കെടുത്തിട്ട് ഇമാം മഹാനായ മഖ്ദൂം തങ്ങള് ഖളാഇന്റെ ബാബിൽ ഫത്ഹുൽ മുഈനിൽ എടുത്തുദ്ധരിച്ചിരിക്കുകയാ. അത്രയും വലിയ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹജൽ ഹൈതമി. 64 കൊല്ലം അല്ലെങ്കിൽ 65 കൊല്ലമല്ലേ ലോകത്ത് ജീവിച്ചത്. ഒരു 5 കൊല്ലം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തൊരു മുജദ്ദിദാകുമായിരുന്നു. അത്ര വലിയ പണ്ഡിതനാണ്. ഈ പണ്ഡിതനായ ഇബ്നു ഹജർ തങ്ങള് അൽ അസ്ഹറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുഭവിച്ച ത്യാഗങ്ങള് നിങ്ങൾക്കറിയുമോ? അവിടുന്ന് സഹിച്ച പ്രയാസങ്ങള് നിങ്ങൾക്കറിയുമോ? അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ? കാലച്ചെറുപ്പത്തിൽ തന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ തന്റെ കൂട്ടുകാരാണ് തന്നെ അൽ അസ്ഹറിൽ എത്തിച്ചത്. ആ അൽ അസ്ഹറിൽ എത്തിച്ചിട്ട് വല്ലാത്ത കഷ്ടപ്പാടാ, ദുരിതങ്ങളാ. ഒട്ടുമിക്ക ദിവസങ്ങളിലും പട്ടിണിയാ. എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഭക്ഷണത്തിന് ക്ഷാമമുണ്ടോ? വസ്ത്രങ്ങൾക്ക് ക്ഷാമമുണ്ടോ? തിടുക്കമുണ്ടോ? ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, 4 വർഷമായി എനിക്കൊരു മാംസം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 4 വർഷത്തിനിടയ്ക്ക് ഒരു കഷ്ണം മാംസം കിട്ടിയിരുന്നില്ല. 4 വർഷത്തിന് ശേഷം ഒരു സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ടു. ആ സൽക്കാരത്തിന് ചെന്ന സമയത്ത് അവിടെ മാംസം വേവിക്കുകയാ, തീയിലിട്ട് ചുട്ടെടുക്കുകയാ. ഞങ്ങൾ കാത്തിരുന്ന് അന്ന് നേരം വെളുത്തുപോയി.
നേരം വെളുത്തപ്പോൾ ചുട്ട മാംസം മുമ്പിൽ കൊണ്ടുവച്ചപ്പോ അത് ഉണങ്ങിക്കടിച്ചിരിക്കുകയാ. ഒരു കഷ്ണം പോലും വായ കൊണ്ട് പല്ലുകൊണ്ട് കടിക്കാൻ പറ്റിയില്ല. 4 വർഷത്തെ ജീവിതമാ. അതൊക്കെ എനിക്ക് സഹിക്കാമായിരുന്നു. അതേ സമയത്ത് എൻ്റെ സമകാലികരായ എൻ്റെ കൂട്ടുകാരായ മറ്റ് മുതഅല്ലിമീങ്ങളിൽ നിന്ന് എനിക്ക് ഏൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങൾക്ക്, ദ്രോഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുകയാണ്. എൻ്റെ ശൈഖ് മഹാനായ ശൈഖ് അഹ്മദുൽ ബദവി തങ്ങളെ മുമ്പിലേക്ക് എൻ്റെ ഉസ്താദ് എന്നെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എന്നെ ദ്രോഹിച്ചവരെ കുറിച്ച് പറയുകയാണ്. അവരെ കൃത്യമായി എൻ്റെ ശൈഖ് അഹ്മദുൽ ബദവി ചോദ്യം ചെയ്തു, നന്നായി ശിക്ഷിച്ചു, ഞെട്ടി ഉണർന്നു, സമാധാനമായി. കാരണം എന്നെ ദ്രോഹിക്കുന്നത്, എന്നെ കഷ്ടപ്പെടുത്തുന്നത്, എന്നെ പരിഹസിക്കുന്നത്, എന്നെ വേദനിപ്പിക്കുന്നത് എൻ്റെ ശൈഖ് അറിയുന്നുണ്ടല്ലോ. ആഖിറത്തിൽ നീതി കിട്ടുമല്ലോ എന്ന സമാധാനമാ. തീർന്നില്ല. ബഹുമാനപ്പെട്ടവർ തന്റെ കൂട്ടുകാരനെ കത്തിൽ കാണാ, എനിക്കുള്ള രോഗങ്ങൾ അല്ലാഹ് എത്ര രോഗങ്ങളോ. ഏറ്റവും ചെറിയ രോഗം എനിക്ക് അർസസ, രക്തം ഇങ്ങനെ ഒലിക്കുകയാ, വേദന കൊണ്ട് പൊളയുകയാ. വേറെയും ഒരുപാട് രോഗങ്ങളാ. ആ രോഗങ്ങളെല്ലാം ഉള്ളതിനോടുകൂടെ, പട്ടിണിയുള്ളതിനോടുകൂടെ, ഈ പ്രയാസങ്ങളുള്ളതിനോടുകൂടെ പഠിച്ചെടുത്ത ഇൽമാ, എഴുതി വെച്ച ഇൽമാ, ചെയ്ത ഹിദ്മയാ. അവരാത്മാവ് എന്നെയും നിന്നെയും കാണുമ്പോ ആത്മാവ് കബറിൽ കിടന്നിട്ട് പെടപെടക്കുകയോ, അവരിതാ സങ്കടപ്പെടുകയോ. ആഖിർ സമാനിലെ മുതഅല്ലിമീങ്ങള് അവരെഴുതി വെച്ച ഗ്രന്ഥമൊന്ന് 10 മാസം കൊണ്ട് എഴുതി തീർത്ത തുൽഫ 10 കൊല്ലം കൊണ്ടൊന്ന് കണ്ണെത്തിക്കാൻ, ഒന്ന് പഠിക്കാൻ, ഒന്ന് റഫർ ചെയ്യാൻ, ഒന്നതിനെ ആദരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ദുൽമ് ചെയ്യല്ലോ, ദുൽമ് ചെയ്യല്ലോ. രാവില്ലാതെ പകലില്ലാതെ 24 മണിക്കൂറും ഏതെങ്കിലും മൊബൈലിലോ വാട്സാപ്പിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇതാ തോണ്ടിക്കളിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ, ഈ ഹബീബായ മുത്തുനബിന്റെ അനന്തരവാസികളായ പണ്ഡിതന്മാര് ശ്രമിച്ചുകൊണ്ട് എഴുതി വെച്ച വിജ്ഞാനത്തെ നിസ്സാരപ്പെടുത്തല്ലോ, ദുൽമ് ചെയ്യല്ലോ. മോനെ തകർന്നു പോകല്ലോ, ദുഷിച്ചു പോകല്ലോ, അനീതി ചെയ്യല്ലോ. വമിൻഹും ളാലിമുൻ ലിനഫ്സി വമിൻഹും മുഖ്തസിദ്. ഇൽമു പഠിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ, ദർസ് നടത്താൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ, വഅദ് പറയാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, സ്വന്തം ശരീരത്തിലൊന്ന് ജീവിച്ച് കാണിച്ചുകൂടെ, ഉൾക്കൊണ്ടുകൂടെ, അതനുസരിച്ചൊന്ന് പ്രവർത്തിച്ചുകൂടെ. അതാണ് വമിൻഹും മുഖ്തസിദ്. ഓ മുസ്ലിമീങ്ങളെ, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഈ വിജ്ഞാനം നേടിയിട്ട്, ഈ കിതാബ് ഓതിയിട്ട്, ഈ വഴിക്ക് സഞ്ചരിച്ചിട്ട് അല്ലാഹു തന്ന ഇൽമു കൊണ്ട് ഉന്നത ഖൈറാത്തുകളിലേക്ക് മുൻകടക്കുന്നവരുണ്ട്. ഒക്കെ ഉസ്താദിനെ പോലെ, കുറ്റിപ്പുറം ഉസ്താദിനെ പോലെ, താജുൽ ഉലമയെ പോലെ, നൂറുൽ ഉലമയെ പോലെ, താജുൽ മുഹഖ്ഖിഖീനെ പോലെ, മുഹ്യിസ് സുന്നയെ പോലെ, ബദ്റുസ്സാദയെ പോലെ, സുൽത്താനുൽ ഉലമയെ പോലെ ഖൈറാത്ത് കൊണ്ട് മുൻകടക്കുന്ന ധാരാളം ആളുകളുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അതാണ്
ഏറ്റവും വലിയ ഫദ്ല് സമ്പത്തല്ല, പണമല്ല, അല്ലാ സൗകര്യങ്ങളല്ല, ആർഭാടമുള്ള ജീവിതമല്ല, പേരല്ല, പെരുമയല്ല. അല്ലാഹുവിന്റെ ഫദ്ല് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. മക്കളൊക്കെ ആലിമീങ്ങളാ, ഒക്കെ ഉസ്താദിന്റെ മക്കളൊക്കെ, അതേ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറ ഉസ്താദിന്റെ മക്കളൊക്കെ ആലിമീങ്ങളാ. എത്ര ശിശു ഉസ്താദിന്റെ മക്കളൊക്കെ ആലിമീങ്ങളാ. റഈസുൽ ഉലമന്റെ മക്കളൊക്കെ ആലിമീങ്ങളാ. ഇതാണ് ഏറ്റവും വലിയ ഫദ്ല് കേട്ടോ, വിശുദ്ധ ഖുർആൻ. മിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. അതാണ് ഏറ്റവും വലിയ ഫദ്ൽ. അതിനോളം വലിയൊരു ഫദ്ലില്ല. എന്താ മനസ്സിലാക്കിയത്? ഞാൻ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു, നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയോ ഒരു മനുഷ്യൻ മരണപ്പെട്ടാലോ നമുക്കൊക്കെ അറിയാം. ഇതാ മാത്തബുനു ആദമ ഇൻഖത അമലു, അവൻ്റെ അമലിൻ്റെ സ്വഭാവം മുഴുവനും മുറിഞ്ഞുപോയി. അമല് മുറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ അമലിൻ്റെ പ്രതിഫലങ്ങളൊക്കെ നിലച്ചുപോയി. നിസ്കാരത്തിൻ്റെ പ്രതിഫലം അപ്പം കിട്ടിത്തുടങ്ങൂല. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടല്ലേ? എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഭക്ഷണം നിങ്ങൾ അടുത്തെത്തും. അപ്പം ഭക്ഷണം എവിടെയെന്നുണ്ടെങ്കിൽ ബേജാറാണ്. ഭക്ഷണം വേണമല്ലോ, അതിവിടെ കിട്ടും. അല്ലാഹു തആല നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ഇനി ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഞാൻ നിർത്തി. ഇത് ഒരു ഹദീസ് മാത്രം പറയുന്നു. അമലുകളുടെ സ്വഭാവമൊക്കെ മുറിഞ്ഞു പോയി, മരിച്ചാൽ മുറിഞ്ഞു പോയി. ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ചെയ്ത സൽക്കർമ്മത്തിൻ്റെ കൂലി, പ്രതിഫലം, അത് മരിച്ച് ഖബറിലെത്തിയാൽ കിട്ടുക. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത് എന്താ? ഖബറും പുറത്ത് ഓതുന്നതന്നെ എന്താ? ആദ്യം തിലക്കും ചെല്ലുമ്പോൾ പറയണേനെന്താ? ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ മാത്രമാണ്. ഇന്നമ ഹസ്റിൻ്റെ അതാത്തല്ലേ. അപ്പം ഖിയാമത്ത് നാളിൽ മാത്രമാണ് പ്രതിഫലം പൂർണ്ണമായിട്ട് കിട്ടുക. അപ്പം എങ്ങനെ മനസ്സിലാക്കണ്ട? ഖബറിലെത്തിയ കഴിച്ചിലായിട്ടാ നിക്കരിച്ചൊക്കെ അപ്പം കിട്ടിത്തുടങ്ങും, നോമ്പ് പറ്റൊക്കെ കിട്ടിത്തുടങ്ങും, എല്ലാം ഇപ്പം കിട്ടിത്തുടങ്ങും. കിട്ടൂല. അത് പൂർണ്ണമായി കിട്ടുന്നത് ഖിയാമത്ത് നാളിലാണ്. അതിനാ ഖിയാമത്ത് നാൾ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലത്തിൻ്റെ ദിവസമാണത്. എന്നാൽ അന്ന് കിട്ടിത്തുടങ്ങുന്ന ചില അമൽ, നിലയ്ക്കാതെ കണ്ടിന്യൂ ആയി തുടരുന്ന 3 അമൽ. ഇല്ലാമിൻ സദഖത്തിൻ ജാരിയ, സ്ഥായിയായ ധർമ്മം. സ്ഥായിയായ ധർമ്മം. ഒരു പള്ളി ഉണ്ടാക്കി, അപ്പം ആ പള്ളിയിൽ നിസ്കാരം നടക്കുന്ന കാലത്തോളം പള്ളി ഉണ്ടാക്കിയാക്കി കൂലി കിട്ടിക്കൊണ്ടിരിക്കും, അയാൾക്കതിൽ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു പള്ളി ഉണ്ടാക്കി എത്ര കൊല്ലം നിൽക്കും ആ പള്ളി? ഒരാൾ ഖബറിൽ ഗുണം കിട്ടാൻ വേണ്ടി പള്ളി ഉണ്ടാക്കി, ആ പള്ളി എത്ര കൊല്ലം നിൽക്കും? ഇപ്പോഴത്തെ സാധാരണ ബിൽഡിങ്ങൊക്കെ ഒരു 40 കൊല്ലമൊക്കെ പരമാവധി. പുതിയ വാർപ്പായപ്പോൾ എംസാൻ്റെ കുട്ടി വാർത്ത 25 കൊല്ലാണ്. പിന്നെ അപ്പത്തിന് 25 കൊല്ലാകുമ്പോൾ പൊളിക്കേണ്ടി വരും. അപ്പോൾ ഒരു പള്ളിയാണെങ്കിൽ നമ്മളൊരു 50 കൊല്ലം കൂട്ടുക മാക്സിമം. 50 കൊല്ലം പഴക്കമുള്ള പള്ളി ഉണ്ടപ്പോൾ പുതിയ പള്ളികളൊക്കെ 50 കൊല്ലമാണതിന് മുമ്പ് പൊളിക്കും, എന്നിട്ട് പുതുക്കി പണിയും. അപ്പോൾ ഒരു 50 കൊല്ലം എന്ന് വെക്കുക. 50 കൊല്ലം അതിൽ നിസ്കാരവും മറ്റു ആരാധനകളും നടക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഒരു തെങ്ങ് പള്ളിക്ക് വഖഫ് ചെയ്തു, ദർസുക്ക് വഖഫ് ചെയ്തു. ഒരു തെങ്ങ് എത്ര കൊല്ലം നിൽക്കും? 100 കൊല്ലം നിൽക്കുക.
ഉസ്താദ്മാർക്കറിയാം ഒരു തെങ്ങ് എത്ര കൊല്ലം നിൽക്കും? ഒരു 10-25 കൊല്ലം നല്ല നിലക്ക് നിൽക്കും. പിന്നെ ഒരു ചെമ്പായിട്ട് ഇങ്ങനെ. അപ്പം അതും ഒരു പരിധിയുണ്ട്. ഈ ഖബറിലെ ജീവിതം എത്ര കൊല്ലമുണ്ട് എന്ന് പറഞ്ഞാണ്. ഖബറിലെ ജീവിതം നമുക്ക് പ്രതിഫലത്തിൻ്റെ ദിവസത്തേക്ക് എത്ര കാലുണ്ട്? 100 കൊല്ലം ഉണ്ടാവില്ലേ? 100 അല്ല, 1000 അല്ല, 10000 അല്ല. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അതൊരൊറ്റ ദിവസമാണ്. അങ്ങനത്തെ എത്ര ദിവസമാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഖിയാമത്ത് മഹ്ശറ എത്ര ദിവസമാണെന്ന് ഖുർആൻ ഹദീസിലൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം 50,000 കൊല്ലാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ ഇവിടെ 100 കൊല്ലം ജീവിച്ചു. 100 കൊല്ലം ജീവിച്ചു. അയാളൊരു ആയുസിട്ടാ എത്ര കൊല്ല? 100 കൊല്ലേ. 100 കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാൽ അയാൾ ആയുസ് എത്ര? 35,500 ദിവസം. 100 കൊല്ലം 100 വയസ്സൊരാൾ ജീവിച്ചാൽ അയാൾ ലോകത്ത് ജീവിക്കുന്നത് 35,500 ദിവസം. എങ്കിൽ 50,000 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവുമെന്ന് കൂട്ടിക്കോളി. അത് മഹ്ശറയിൽ ഒരു ദിവസം. അപ്പം നമ്മൾ ചെയ്ത സൽക്കർമ്മത്തിൻ്റെ കൂലി കിട്ടാൻ എത്ര കാലം കഴിയണം? അതിനിപ്പം നമ്മൾ കൊടുത്ത ഒരു തെങ്ങും തോട്ടാണ്. ആ തെങ്ങും തോട്ടം എത്ര കൊല്ലം നിൽക്കും? പരിധിണ്ട്. ഒരു മുസ്ഹഫ് നമ്മൾ വഖഫ് ചെയ്യും, കിതാബ് വഖഫ് ചെയ്യും, എത്ര കൊല്ലം നിൽക്കും? കിതാബൊക്കെ ഇപ്പോൾ നമ്മളെ ഈ പുറങ്ങ് ഭാഗത്ത് കോടഞ്ചേരി പള്ളിക്ക് കുറച്ച് കിതാബുണ്ട് പഴയ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പോൾ തൊടാൻ പറ്റൂല. തൊട്ടാ പൊടിയാണ്. തൊട്ടാത് പൊടിഞ്ഞു പോകും. ഒന്നിനും പറ്റൂല. തൊട്ടാ പൊടിഞ്ഞു പോകും. എത്ര കൊല്ലം വേണം? എത്ര കൊല്ലം നിൽക്കൊരു കിതാബ്? അതിനുണ്ട് പരിധി. മനസ്സിലാക്കണം സഹോദര. ഞാൻ നിർത്തി. പിന്നെ വലദിൻ സാലിഹിൻ ലഹു, നല്ലൊരു മുഅ്മിനായൊരു മോന്. ഒരു മോൻ എത്ര കൊല്ലം നിൽക്കും? ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് സാലിഹ്യങ്ങളായ മക്കളെ വളർത്തി. ആ മക്കൾ എത്ര കൊല്ലം നിൽക്കും? അവരെ അമലിങ്ങനെ കിട്ടാൻ എത്ര കൊല്ലം അവർ ജീവിക്കും? പരിധിണ്ട്. എന്നാൽ പരിധിയില്ലാത്തൊരമലുണ്ട്. ഉപകാരപ്പെടുന്ന അറിവൊരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ അറിവൊരാൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലയ്ക്കൂല. ഷാഫി ഇമാമിന് കിട്ടുന്ന പ്രതിഫലത്തിന് കണക്കുണ്ടോ? നബി ഇമാമിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം, റാഫി ഇമാമിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം, വസാലി ഇമാമിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം ഇന്നും നിലച്ചിട്ടില്ല. മഹാന്മാരായ മഖ്ദൂം കുടുംബം നമ്മുടെ ഉസ്താദിന്റെ കുടുംബമല്ലേ? അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് കയ്യും കണക്കുമില്ല. ഒക്കെ ഉസ്താദിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം അതേ മഹാനായ ശംസുൽ ഉലമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, അവിടുത്തെ ഉസ്താദ് ചാലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, അവിടുത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട വളപ്പുൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് മഹാനായ താജുൽ ഉലമ സദഖത്തുല്ലാഹി മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, അവിടുത്തെ ശിഷ്യന്മാരും അവരൊക്കെ ലോകത്ത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലത്തിന്, ഖബറിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സവാബിന് നിലക്കലില്ല. മോനെ, തെന്നല വെസ്റ്റ് ബസാർ പള്ളിയുടെ അങ്കണത്തിൽ, ആ പള്ളിക്കാട്ടിൽ ഈ നാട്ടുകാർക്ക് മുഴുവനും ഫാത്തിഹ പഠിപ്പിച്ച, നിസ്കാരക്കണക്ക് പഠിപ്പിച്ച, ദീനിയാത്ത് പഠിപ്പിച്ചൊരു മൊല്ലാക്കയുണ്ടെങ്കിൽ ആ മൊല്ലാക്ക വാരിക്കൂട്ടുന്ന പ്രതിഫലത്തിന് കണക്കില്ല. അത് നിലക്കുന്നില്ല. ഔ ഇൽമിൻ യുന്തഫഉ ബിഹി, എത്ര കാലം നീ ഖബറിൽ കിടക്കുകയാണെങ്കിലും
ആ കാലം അത്രയും അവർക്ക് നിനക്ക് കിട്ടുന്നൊരു കാര്യമുണ്ടെങ്കിൽ, നിനക്ക് കണ്ടിന്യൂ ആയി തുടരുന്നൊരു അമലുണ്ടെങ്കിൽ, പ്രതിഫലം നിലയ്ക്കാതെ നിൽക്കുന്നൊരു പ്രതിഫലം അമലുണ്ടെങ്കിൽ, അത് ഉപകാരപ്രദമായ അറിവ് പഠിക്കലാ, അത് പഠിപ്പിക്കലാ, അപ്പ അത് ഉപകരിക്കലാ. ആഖിർ സമാനിലെ മക്കളോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പതേ പതിറ്റാണ്ടുകളായി ഇവിടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക്, ഇവിടെ പതേ ഓതിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക്, ഭക്ഷണം കൊടുക്കുന്ന, ഒത്താശ ചെയ്യുന്ന, സൗകര്യം ചെയ്യുന്ന ഉമ്മമാരോട്, ഉപ്പമാരോട് നിങ്ങളെത്ര ധന്യരാ, ഭാഗ്യവാന്മാരാ. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ.